Okay, in today's class, we are planning to discuss about PGP or Pretty Good Privacy. PGP provides a confidentiality and authentication service that can be used for electronic mail and file storage applications developed by Phil Zimmermann, and he selected the best available cryptographic algorithms as building block, integrated these algorithms into a general purpose application that is independent of operating system and processor, and that is based on a small set of easy to use commands. And it is made the package, and he made a package and its documentation including the source code freely available by the internet, bulletin boards and commercial networks, entered into an agreement with the company to provide a fully compatible low cost commercial version of PGP. Then summary of PGP services. PGP എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇമെയിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു പ്രോഡക്റ്റ് പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ദാറ്റ് പ്രൊവൈഡ്സ് എ നമ്പർ ഓഫ് സർവീസസ്. അപ്പോൾ വൺ ഓഫ് ദി സർവീസ് ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് അനദർ സർവീസ് ഈസ് മെസ്സേജ് എൻക്രിപ്ഷൻ, അല്ലെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഒതൻറ്റിക്കേഷൻ എന്ന് പറയാം. ദെൻ അനദർ സർവീസ് ഈസ് മെസ്സേജ് എൻക്രിപ്ഷൻ ഓർ കോൺഫിഡൻഷ്യാലിറ്റി, ദെൻ കംപ്രഷൻ ആൻഡ് ഇമെയിൽ കോമ്പാറ്റിബിലിറ്റി. അപ്പോൾ ഇത്രയുമാണ് അതിനകത്ത് PGPക്കകത്തുള്ള സർവീസുകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദിസ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് അൽഗോരിതംസ്. ഇതിൻ്റെ ഇൻവെൻറ്റർ എന്നുള്ള അല്ലെങ്കിൽ സിമ്മർമാൻ കുറേ അൽഗോരിതംസിനെ ഒക്കെ കമ്പൈൻ ചെയ്തിട്ടൊരു ഒരു എന്താ പറയുക ഇമെയിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് പോലെ ഡിസൈൻ ചെയ്തതാണത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു വൺ ഓഫ് ദി ഫങ്ഷൻ ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ, ആൻഡ് ദി ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് ഇംപ്ലിമെൻറ്റഡ് ഓർ എൻഷ്യൂർഡ് ബൈ യൂസിങ് DSS വിത്ത് ആൻഡ് ഷാ. DSS എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡിജിറ്റൽ സിഗ്നേച്ചർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട്. DSSഉം SH എന്നുള്ള ഹാഷിംഗ് അൽഗോരിതം കൂടി യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താണ് RSA വിത്ത് SH algorithm. A hash code of message is created using SHA-1. This message digest is encrypted using DSS or RSA with the sender's private key and included with the message. പിന്നെ അടുത്ത ഫങ്ഷൻ സർവീസ് BGPയുടെ സർവീസ് എന്ന് പറയുന്ന മെസ്സേജ് എൻക്രിപ്ഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയും. അപ്പോൾ ഈ മെസ്സേജ് എൻക്രിപ്ഷന് വേണ്ടി ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് എന്താണ്, കാസ്റ്റ് ഓർ ഐഡിയ ഓർ 3 key triple DES വിത്ത് Diffie-Hellman കീ എക്സ്ചേഞ്ച് ഓർ RSA. അപ്പോൾ എൻക്രിപ്ഷന് വേണ്ടി മെയിനായിട്ട് മെസ്സേജ് എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആണ്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ കാസ്റ്റ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഐഡിയ എന്നുള്ള സിമെട്രിക് എൻക്രിപ്ഷൻ യൂസ് ചെയ്യും, അതല്ലെങ്കിൽ ട്രിപ്പിൾ DES യൂസ് ചെയ്യും. ഇതൊക്കെ സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആണ്. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് ഞാൻ പറഞ്ഞു ഒരു സിമെട്രിക് കീ ഉണ്ടായിരിക്കും, ആ കീ രണ്ട് സൈഡിലും നമുക്ക് എത്തിക്കണം, സെൻഡർ സൈഡിലും റിസീവർ സൈഡിലും ഷെയർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരു കീ എക്സ്ചേഞ്ച് അൽഗോരിതം കൂടി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് Diffie-Hellman യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, RSA വേണമെന്നുണ്ടെങ്കിലും എന്തിന് യൂസ് ചെയ്യാം, കീ എക്സ്ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യാം. ആക്ച്വൽ എൻക്രിപ്ഷൻ നടക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, സിമെട്രിക് എൻക്രിപ്ഷൻ വെച്ചിട്ടാണ്. കാസ്റ്റ് ഐഡിയ അല്ലെങ്കിൽ ട്രിപ്പിൾ DES യൂസ് ചെയ്യും, പക്ഷേ കീ എക്സ്ചേഞ്ചിന് വേണ്ടി നമുക്ക് Diffie-Hellman അല്ലെങ്കിൽ RSA ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. So message is encrypted using cast 128 or IDEA or triple DES with one-time session key generated by the sender. Session key is encrypted using Diffie-Hellman or RSA with the recipient's public key and included with the message. Okay. Then another service is compression. Compression വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതം സിപ്പ് എന്നുള്ള അൽഗോരിതമാണ്. A message may be compressed for storage or transmission using zip. Then fourth service or another service is email compatibility. Radix 64 conversion. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്നുള്ളത് Radix 64 conversion ആണ്. To provide transparency for email applications, an encrypted message may be converted into an ASCII string using Radix 64 conversion. അപ്പോൾ ഇവിടെ എന്ത് വെച്ച് കഴിഞ്ഞാൽ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിനെ ഒരു ഇമെയിൽ കോമ്പാറ്റിബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് എന്ത് Radix 64 എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ബൈനറി സ്ട്രീമിനെ എന്ത് ചെയ്യും, ASCII ക്യാരക്ടർ പോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് മെയിൽ കോമ്പാറ്റിബിലിറ്റി എൻഷുർ ചെയ്യും.
ദെൻ ഇതിനകത്ത് ഓതൻറ്റിക്കേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്നുകൂടി ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് കൊടുത്തുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. PGP ഓതൻറ്റിക്കേഷൻ സർവീസ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിന് വേണ്ടിയിട്ട് കോമ്പിനേഷൻ ഓഫ് SHA-1 ആൻഡ് RSA പ്രൊവൈഡ്സ് ആൻ എഫക്റ്റീവ് ഡിജിറ്റൽ സിഗ്നേച്ചർ സ്കീം. ബിക്കോസ് ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ദി RSA, the recipient is assured that only the possessor of the matching private key can generate the signature. Because of the strength of SHA-1, the recipient is assured that no one else could generate a new message that matches the hash code. An alternative to signatures can be generated using DSS with SHA-1. Detached signature are also supported. Each person's signature is independent and therefore applied only to the document. Okay. And confidentiality provided by encrypting messages to be transmitted over the to be transmitted or to be stored locally as files. In both cases, symmetric encryption algorithm CAST128 may be used. Alternatively, IDEA or triple DES may be used. 64-bit cipher feedback mode is used. Okay. ഇനി കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഒതൻറ്റിക്കേഷൻ രണ്ടും കൂടി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ബോത്ത് സർവീസസ് മേ ബി യൂസ്ഡ് ഫോർ ദി സെയിം മെസ്സേജ്. ഫസ്റ്റ് സിഗ്നേച്ചർ ഈസ് ജനറേറ്റഡ് ഫോർ ദി പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ആൻഡ് പ്രിപ്പൻഡ് ടു ദി മെസ്സേജ്. Then the plain text message plus signature is encrypted using CAST128 or IDEA or triple DES, and session key is encrypted using RSA or ELGAMAL. Okay. As a result, as a default, PGP compresses the message after applying the signature but before encryption. This has the benefit of saving space both for email transmission and for file storage. The placement of the compression algorithm is critical. Applying the hash function and signature after compression would constrain all PGP implementations to the same version of the compression algorithm. Message encryption is applied after compression to strengthen cryptographic security. The compression algorithm used is zip. Email compatibility ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. Many electronic mail systems only permit the use of blocks consisting of ASCII text. To accommodate this restriction, PGP provides the service of converting the raw 8-bit binary stream to a stream of printable ASCII characters. The scheme used for this purpose is Radix 64 conversion. Each group of 3 octets of binary data is mapped into 4 ASCII characters. This format also appends a CRC to detect transmission errors. അപ്പോൾ നമ്മളിതിനകത്ത് ഞാൻ പറഞ്ഞു ഒതൻറ്റിക്കേഷൻ ഓൺലി അങ്ങനെയുള്ള സർവീസാണെന്ന് വിചാരിക്കുക. PGPക്കകത്ത് ഒതൻറ്റിക്കേഷൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫസ്റ്റ് കേസ് എ എന്നുള്ള കേസ് ഇവിടെ എന്ത് ചെയ്യും, മെസ്സേജിന് എന്ത് ചെയ്യും, ഫസ്റ്റ് ഹാഷ് ചെയ്യും. അപ്പോൾ നമുക്കൊരു മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടും. ആ മെസ്സേജ് ഡൈജസ്റ്റിന് എന്ത് ചെയ്യാണ്, പ്രൈവറ്റ് കീ ഓഫ് സെൻഡർ എ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ മെസ്സേജിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും, അതിൻ്റെ കൂടെ അതിൻ്റെ ഹാഷ് അല്ലെങ്കിൽ സിഗ്നേച്ചർ ജസ്റ്റ് അപ്പൻഡ് ചെയ്തിട്ട്. ദെൻ സെഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സിപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, അതിനെ കംപ്രസ് ചെയ്യുക, സിപ്പ് ചെയ്യുക. ദെൻ ഇങ്ങോട്ടെത്തി. അപ്പോൾ ഇവിടെ എന്താണ്, മെസ്സേജ് അലോങ് വിത്ത് സിഗ്നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ സിപ്പ്ഡ് ഫോം. അപ്പോൾ അതിനെ അൺസിപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് മെസ്സേജ് ഉണ്ട്, ഇവിടെ എന്താ ഉള്ളത്, സിഗ്നേച്ചർ ഉണ്ടായിരിക്കും, എൻക്രിപ്റ്റഡ് വിത്ത് പ്രൈവറ്റ് കീ ഓഫ് ഓർ ദി ഹാഷ് മെസ്സേജ് ഡൈജസ്റ്റ് എൻക്രിപ്റ്റഡ് വിത്ത് ദി പ്രൈവറ്റ് കീ ഓഫ് എ ഓർ സെൻഡർ. അപ്പോൾ ഇവിടെ മെസ്സേജിൻ്റെ ഹാഷ് വാല്യൂ വീണ്ടും റീകമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ആൾറെഡി ഉള്ള മെസ്സേജ് ഡൈജസ്റ്റ് ഉണ്ട്, അതിന് പക്ഷേ എന്താണ്, എൻക്രിപ്റ്റഡ് ഫോമിലാണ്. ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി പബ്ലിക് കീ ഓഫ് എ യൂസ് ചെയ്യും, ഡീക്രിപ്റ്റ് ചെയ്യും, കമ്പയർ ചെയ്യും. രണ്ടും സെയിം ആണെങ്കിൽ ഒതൻറ്റിക്കേഷൻ എൻഷുർഡ്. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി മാത്രമുള്ള കേസ് എടുക്കുക. അപ്പോൾ അവിടെ മെസ്സേജിന് എന്ത് ചെയ്യും, ആദ്യം കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്ത മെസ്സേജിന് എന്ത് ചെയ്യും, ഒരു സെഷൻ കീ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു 1 ടൈം സെഷൻ കീ ഒരു ജനറേറ്റ് ചെയ്യും. ആ സെഷൻ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാണ്, പക്ഷേ ആ സെഷൻ കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ ഇവിടെ അതിന് ഡീക്രിപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെഷൻ കീ ഇവിടെയും കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സെഷൻ കീയെ തന്നെ പബ്ലിക് കീ ഓഫ് ബി വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് അതും കൂടി എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വിടും. ഇപ്പോൾ ഇവിടെ റിസീവ് സൈഡിൽ എന്തൊക്കെ കിട്ടുന്നത്,
ഈ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്ത പാർട്ട് ഉണ്ടാവും. പിന്നെ സെഷൻ കീ എൻക്രിപ്റ്റഡ് വിത്ത് പബ്ലിക് കീ ഓഫ് ബി ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ആ സെഷൻ കീയെ നമുക്ക് തിരിച്ചെടുക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യും, പ്രൈവറ്റ് കീ ഓഫ് ബി വെച്ചിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് സെഷൻ കീ കിട്ടും. ഈ സെഷൻ കീ വെച്ചിട്ട് എന്ത് ചെയ്യും, എൻക്രിപ്റ്റഡ് മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനെ അൺസിപ്പ് ചെയ്യും, മെസ്സേജ് കിട്ടും. അപ്പോൾ ഇതാണ് കോൺഫിഡൻഷ്യാലിറ്റി ഓൺലി. ഇനി വേറെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഒതൻറ്റിക്കേഷൻ. Confidentiality and authentication. In this case, first the message, the hash value is computed, and that hash value will be signed with private key of A. Then that is appended with the message. Then encrypted. Then compressed with a zip. Then that value will be encrypted with a session key KS. Okay. Then we have to attach the session key also along with this message, but we cannot transmit the session key in a plain format, but we have to encrypt that session key with the public key of B. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. സെഷൻ കീയെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. അപ്പോൾ റിസീവർ സൈഡിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ സെഷൻ കീയെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുന്നു വിത്ത് പ്രൈവറ്റ് കീ ഓഫ് ബി വെച്ചിട്ട്. അപ്പോൾ സെഷൻ കീ നമുക്ക് കിട്ടി. ഇനി ആ സെഷൻ കീ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, മെസ്സേജിനെ ഈ പാർട്ടിനെ എന്ത് ചെയ്യാണ്, ഡീക്രിപ്റ്റ് ചെയ്യുന്നു. പിന്നെ അതിനെ അൺസിപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ടായിരിക്കും, അവിടെ ഇവിടെ സിഗ്നേച്ചർ പാർട്ട് ഉണ്ടായിരിക്കും, ഇവിടെ മെസ്സേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സിഗ്നേച്ചർ പാർട്ടിനെ എന്ത് ചെയ്യാണ്, പബ്ലിക് കീ ഓഫ് എ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടും. ഈ മെസ്സേജിൻ്റെ വീണ്ടും ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ മെസ്സേജ് അപ്പോൾ കിട്ടുന്ന മെസ്സേജ് ഡൈജസ്റ്റും ഇതും തമ്മിൽ കമ്പയർ ചെയ്യും. രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താണ്, ഒതൻറ്റിസിറ്റിയും എൻഷുർ ചെയ്തു. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് വരും. കോൺഫിഡൻഷ്യാലിറ്റി മാത്രമാണെങ്കിൽ ഇത് പറയാം, ഒതൻറ്റിക്കേഷൻ മാത്രമാണെങ്കിൽ ദിസ് വൺ. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു എങ്ങനെയാണ് ഇമെയിൽ സെക്യൂരിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ PGP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊരു ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു ഫയൽ. നമുക്ക് ഇത് കോൺഫിഡൻഷ്യാലിറ്റി അതുപോലെ ഒതൻറ്റിസിറ്റി ഒക്കെ എൻഷുർ ചെയ്യേണ്ട ഫയൽ അല്ലെങ്കിൽ ഇമെയിൽ ഡാറ്റ എന്ത് ചെയ്യാണ്, എക്സിലെടുത്തു. ഇനി സിഗ്നേച്ചർ വേണമെന്നുള്ള ആ സർവീസ് വേണമെന്നുള്ളത് ഒരു ഓപ്ഷൻ. അപ്പോൾ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ജനറേറ്റ് സിഗ്നേച്ചർ. സിഗ്നേച്ചർ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, മെസ്സേജ് ഡൈജസ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്താൽ മതി സെൻഡറിൻ്റെ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു സിഗ്നേച്ചർ അപ്പൻഡഡ് വിത്ത് ദിസ് മെസ്സേജും സിഗ്നേച്ചറും കൂടി അപ്പൻഡ് ചെയ്തിട്ട് അതാണ് പുതിയ മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് കംപ്രസ് ചെയ്യുന്നു. ഇനി കോൺഫിഡൻഷ്യാലിറ്റി വേണോ, ആ സർവീസ് വേണോ എന്നുള്ളത്. കോൺഫിഡൻഷ്യാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എൻക്രിപ്റ്റ് എക്സ് വിത്ത് എ സെഷൻ കീ. അതായത് എക്സിനെ ഒരു സെഷൻ കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക, KS എന്നുള്ള. പിന്നെ എന്ത് ചെയ്യുക, ആ സെഷൻ കീയെ ഇതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് വിടണം. എന്നെങ്കിൽ അപ്പുറ സൈഡിൽ നമുക്കതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ സെഷൻ കീയെ നമുക്ക് പ്ലെയിനായിട്ട് വിടാൻ പറ്റില്ല. സെഷൻ കീ എന്ത് ചെയ്യാണ്, റിസീവറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് വിടുന്നു. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ എക്സ് എന്ന് പറയുന്നത്. എക്സ് അതിനകത്ത് എന്താണ്, ഈ നമ്മുടെ ഈ മെസ്സേജ് ഉണ്ട്, ദാറ്റ് ഈസ് എൻക്രിപ്റ്റഡ് വിത്ത് സെഷൻ കീ. ദെൻ സെഷൻ കീ ദാറ്റ് ഈസ് എൻക്രിപ്റ്റഡ് വിത്ത് പബ്ലിക് കീ ഓഫ് ദി റിസീവർ. ഇപ്പോൾ റിസീവർ സൈഡിൽ ഫസ്റ്റ് എന്ത് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കതിനെ കൺവേർട്ട് ടു റാഡിക്സ് 64 എക്സ് ഈസ് ഈക്വൽ ടു R64 ഓഫ് എക്സ് എന്നിട്ട് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ റിസീവർ സൈഡിൽ അത് കിട്ടിയെന്ന് വിചാരിക്കും. അതാണ് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇത് റിസീവർ സൈഡാണെന്ന് അസ്യൂം ചെയ്യാം. റിസീവർ അപ്പോൾ കൺവേർട്ട് ഫ്രം റാഡിക്സ് 64 എക്സ് ഈസ് ഈക്വൽ ടു R64 ഇൻവേഴ്സ് എക്സ്. ഓക്കെ. അപ്പം കോൺഫിഡൻഷ്യാലിറ്റി റിക്വയർഡ് എന്നുള്ളത് ചോദിക്കും. യെസ്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള കേസാണെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഈ സെഷൻ കീ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, പ്രൈവറ്റ് കീ ഓഫ് ബി വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ സെഷൻ കീ കിട്ടി. എന്നിട്ട് ആ സെഷൻ കീ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ആ മെസ്സേജിൻ്റെ പാർട്ടിനെ എന്ത് ചെയ്യണം, സിഗ്നേച്ചർ മെസ്സേജൊക്കെ ഉള്ള പാർട്ടിനെ ഡീക്രിപ്റ്റ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. അപ്പോൾ ഈ എക്സിനകത്ത് എന്തൊക്കെയുണ്ട്, സിഗ്നേച്ചറുണ്ട്, പിന്നെ മെസ്സേജും ഉണ്ട്.
ഇനി ഓക്കെ ഡീകംപ്രസ് ചെയ്യുന്നു. ഇനി സിഗ്നേച്ചർ ഉള്ള സർവീസ് ആണെങ്കിൽ സ്ട്രിപ്പ് സിഗ്നേച്ചർ ഫ്രം ദി എക്സ് ആൻഡ് വെരിഫൈ സിഗ്നേച്ചർ. ഓക്കെ, സോ ദിസ് ഈസ് ദി ജനറിക് ട്രാൻസ്മിഷൻ ഡയഗ്രാം ആൻഡ് ജനറിക് റിസപ്ഷൻ ഡയഗ്രാം. ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കേസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. അപ്പോൾ ഇനി വേറൊരു കേസ് ഇതിനകത്ത് പറയാനുള്ളത്, നമുക്കിവിടെ സെൻഡറുണ്ട്, റിസീവറുണ്ട്. അപ്പം ഒരു മെസ്സേജിനെ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അതിന് സൈൻ ചെയ്യണം. ഓക്കെ, കോൺഫിഡൻഷ്യൽ ഒതൻറ്റിസിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നത്. പിന്നെ മെസ്സേജ് ഡൈജസ്റ്റിന് പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു. നമ്മളിവിടെ പറഞ്ഞായിരുന്നു ഈ കേസിൽ. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഈ പാർട്ട് ഓക്കെ, സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻഷ്യാലിറ്റിക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സിംഗിൾ പ്രൈവറ്റ് പബ്ലിക് കീ പെയർ യൂസ് ചെയ്യുന്നതിന് പകരം ഓരോ കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടിക്കും മൾട്ടിപ്പിൾ പ്രൈവറ്റ് പബ്ലിക് കീ പെയർ ഉണ്ടായിരിക്കും. എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞു, സെക്യൂരിറ്റി കുറച്ചുകൂടി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പ്രൈവറ്റ് പബ്ലിക് കീ പെയറിന് കോംപ്രമൈസ് ആയാലും മൊത്തത്തിൽ എന്താവരുത്, കമ്മ്യൂണിക്കേഷൻ കോംപ്രമൈസ് ആവരുത്. അപ്പോൾ അതിന് വേണ്ടി എന്തായിരിക്കും, കറസ്പോണ്ടിങ് ടു ഈച്ച് കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റി ദർ വിൽ ബി മൾട്ടിപ്പിൾ പ്രൈവറ്റ് പബ്ലിക് കീ പെയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ വേറൊരു ഇഷ്യൂ അപ്പോൾ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് സൈൻ ചെയ്തിട്ട് റിസീവർ സൈഡിൽ അതിനെന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പബ്ലിക് കീ വെച്ചിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം ഉള്ളത്, ഏത് പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് സെൻഡർ സൈഡിൽ നിന്ന് സൈൻ ചെയ്തിട്ടുള്ളതെന്ന് ആർക്കും അറിയില്ല, റിസീവർക്ക് അറിയില്ല. കാരണം മൾട്ടിപ്പിൾ പ്രൈവറ്റ് പബ്ലിക് കീ പെയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു കീ ഐ ഡി എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി വരും. അതായത് ഏത് പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് ഇവിടെ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മെസ്സേജിൻ്റെ കൂടെ ആ പ്രൈവറ്റ് കീ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പബ്ലിക് കീയുടെ ഒരു ഇൻഫർമേഷൻ കൂടി പാസ് ചെയ്ത് കൊടുക്കും. പബ്ലിക് കീ മൊത്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ പബ്ലിക് കീയുടെ പ്രശ്നം എന്ന് വെച്ചാൽ 100 ഡിജിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഉള്ളൊരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വെറുതെ കുറേ ഓവർഹെഡ് വരും, കമ്മ്യൂണിക്കേഷൻ ഓവർഹെഡ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പബ്ലിക് കീയുടെ ലാസ്റ്റ് 64 ബിറ്റ് മാത്രം എന്ത് ചെയ്യും, ഒരു ഐ ഡി പോലെ സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ റിസീവർക്ക് മനസ്സിലാവും, ഓക്കെ ഇന്ന പബ്ലിക് കീ ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പബ്ലിക് കീ വെച്ചിട്ട് ഇവിടെ വെരിഫൈ ചെയ്യണം. അതുപോലെ എൻക്രിപ്ഷൻ്റെ കേസിൽ നമുക്ക് എന്താണ്, സെഷൻ കീയെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണല്ലോ അയക്കുന്നത്. സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഈ കേസ് ഇവിടെ ഒരു സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യണം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രൈവറ്റ് പബ്ലിക് കീ പെയറിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. ഈ സെഷൻ കീയെ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, റിസീവറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്ത് വിട്ടു. അപ്പോൾ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് മൾട്ടിപ്പിൾ പ്രൈവറ്റ് പബ്ലിക് കീ പെയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് പബ്ലിക് കീ വെച്ചിട്ടാണ് ഇവിടുന്ന് എൻക്രിപ്റ്റ് ചെയ്തതെന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യും, ഈ മെസ്സേജിൻ്റെ കൂടെ ഏത് പബ്ലിക് കീ വെച്ചിട്ടാണ് ഈ സെഷൻ കീയെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇൻഫർമേഷൻ, ഒരു കീ ഐ ഡി എന്ന് പറയും, അതും കൂടി പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ റിസീവർ സൈഡിന് അത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ. ഓക്കെ, സെഷൻ കീയെ. അപ്പോൾ അതുകൊണ്ട് കീ ഐ ഡി എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി ഇതിനകത്ത് എക്സ്ട്രാ വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, നമുക്ക് സെൻഡർ സൈഡിൽ ഏത് കീ യൂസ് ചെയ്തു, റിസീവർ സൈഡിൽ ഏത് കീ യൂസ് ചെയ്തു എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, സെൻഡർ സൈഡിൽ സിഗ്നേച്ചറിന് വേണ്ടി ഏത് കീ യൂസ് ചെയ്തു, സെഷൻ കീ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് കീ യൂസ് ചെയ്തു, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കീ ഐ ഡീസ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത് നോക്കാമെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉള്ള മെസ്സേജിൻ്റെ ഫോർമാറ്റ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സോ ദിസ് വൺ ഈസ് ദി മെസ്സേജ് ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ ഇത്രയും പാർട്ടാണ് നമ്മുടെ ആക്ച്വൽ ഡാറ്റ പാർട്ട് എന്ന് പറയുന്നത്. ദിസ് വൺ ഈസ് അവർ ഡാറ്റ പാർട്ട്. പിന്നെ വരുന്നത് ഫയൽ നെയിം, ടൈം സ്റ്റാമ്പ്. അപ്പോൾ ഇതെപ്പോഴാണ് ഡാറ്റ ക്രിയേറ്റ് ചെയ്തുള്ള അതിൻ്റെ ടൈം ഇൻഫർമേഷനാണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മെസ്സേജ്. അപ്പോൾ ഇത്രയും പാർട്ടിന് നമുക്ക് എന്ത് പറയാം, മെസ്സേജ് എന്ന് പറയാം.
പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ പാർട്ട് സിഗ്നേച്ചർ പാർട്ട്, അതായത് ഇവിടെ തൊട്ടിട്ട് ഇതുവരെയുള്ളതാണ് എന്ത് സിഗ്നേച്ചർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിഗ്നേച്ചർ പാർട്ടിൽ സിഗ്നേച്ചർ പാർട്ടിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്നുള്ളതാണ്. സിഗ്നേച്ചർ പാർട്ടിൽ നമുക്കറിയാം മെയിൻ പാർട്ട് എന്താണ്, മെസ്സേജ് ഡൈജസ്റ്റ് ആണ്. ഈ മെസ്സേജിൻ്റെ എന്ത് ചെയ്യും, മെസ്സേജും ഇവിടുത്തെ ടൈം സ്റ്റാമ്പും അങ്ങനെയാണ് എടുക്കുന്നത്. ഈ മെസ്സേജും ഇവിടുത്തെ ടൈം സ്റ്റാമ്പ്, ഇവിടെയും ഒരു ടൈം സ്റ്റാമ്പ് ഉണ്ട് എപ്പോഴാണ് സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്, അതും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെസ്സേജ് ഡൈജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ മെസ്സേജ് ഡൈജസ്റ്റിനെ പ്രൈവറ്റ് കീ ഓഫ് സെൻഡർ, അതാണ് പ്രൈവറ്റ് കീ ഓഫ് എ, പ്രൈവറ്റ് കീ ഓഫ് സെൻഡർ വെച്ചിട്ട് എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. ഈ പാർട്ട് എൻക്രിപ്റ്റഡ് ആണ്, മെസ്സേജ് ഡൈജസ്റ്റ്, അതാണ് ഇവിടെ എൻക്രിപ്റ്റഡ് എന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് എന്ത് നമ്മുടെ ആക്ച്വൽ സിഗ്നേച്ചറിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്, എൻക്രിപ്റ്റഡ് മെസ്സേജ് ഡൈജസ്റ്റ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഞാൻ പറഞ്ഞു ടൈം സ്റ്റാമ്പ് ഉണ്ട് എപ്പോഴാണ് സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത്. പിന്നെ പറഞ്ഞു സെൻഡറിൻ്റെ കേസിലും റിസീവറിൻ്റെ സൈഡിലൊക്കെ എന്താണ് ഒരൊറ്റ പ്രൈവറ്റ് കീ പബ്ലിക് കീ പെയറല്ല ഉള്ളത്, മൾട്ടിപ്പിൾ പെയേഴ്സ് ഉണ്ടായിരിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരു കീ പെയർ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ളത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല മൊത്തത്തിൽ കോംപ്രമൈസ് ആവരുത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് യൂസേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് കീ പബ്ലിക് കീ പെയർ യൂസ് ചെയ്യും. അതേ പാർട്ടി തന്നെ, ഇപ്പോൾ ആലീസ് എന്നുള്ള ഒരാളാണെന്ന് വിചാരിക്കും, ആലീസ് വേറൊരു ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീ പെയർ വേറെ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇഫ് ആലീസ് വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഷെഹരിയാർ, അപ്പോൾ ഷെഹരിയാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആലീസ് യൂസ് ചെയ്യുന്ന കീ പെയർ പ്രൈവറ്റ് പബ്ലിക് കീ പെയർ എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കും. ഇനി എന്താണ് ഇഫ് ആലീസ് വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് റിഷാന, അപ്പോൾ റിഷാനയുമായി ആലീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, അപ്പോൾ യൂസ് ചെയ്യുന്ന കീ പെയർ ചിലപ്പോൾ വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ പാർട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് പബ്ലിക് കീ പെയർ ഡിഫറെൻ്റ് ആണെന്നൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ ഒരു യൂസറിൻ്റെ കേസിൽ തന്നെ ചിലപ്പോൾ ഓരോ സമയത്ത് വേറെ വേറെയൊക്കെ യൂസ് ചെയ്യാം. സോ കറസ്പോണ്ടിങ് ടു ഈച്ച് കമ്മ്യൂണിക്കേറ്റീവ് പാർട്ടി ദർ വിൽ ബി എ സെറ്റ് ഓഫ് പ്രൈവറ്റ് പബ്ലിക് കീ പെയേഴ്സ്. അപ്പോൾ ഏത് വെച്ചിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷൻ അതാണ് ഇവിടെ കീ ഐ ഡി എന്ന് പറഞ്ഞിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. കീ ഐ ഡി ഓഫ് സെൻഡേഴ്സ് പബ്ലിക് കീ, ഓക്കെ കീ ഐ ഡി ഓഫ് സെൻഡേഴ്സ് പബ്ലിക് കീ. അതായത് നമുക്ക് പ്രൈവറ്റ് കീ എന്തായാലും അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം പ്രൈവറ്റ് കീ എന്നുള്ളതൊരു കോൺഫിഡൻഷ്യൽ ഡാറ്റയാണ്. അപ്പോൾ ആ പ്രൈവറ്റ് കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പബ്ലിക് കീ എന്ത് ചെയ്യാണ്, പബ്ലിക് കീയുടെ ഒരു ഐ ഡി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പബ്ലിക് കീയുടെ ലാസ്റ്റ് 64 ബിറ്റ്സ് അത് ഇവിടെ അറ്റാച്ച് ചെയ്ത് വിടും. അപ്പോൾ റിസീവർ സൈഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഈ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ പറഞ്ഞു കുറേ കീ പെയേഴ്സ് ഉണ്ടായിരിക്കും. ആ കീ പെയറിനകത്ത് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്, കീ പെയർ മീൻസ് ഏത് പബ്ലിക് കീ വെച്ചിട്ട് ഇതിനെ വെരിഫൈ ചെയ്യണം എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് ലീഡിങ് 2 octets ഓഫ് മെസ്സേജ് ഡൈജസ്റ്റ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മെസ്സേജ് ഡൈജസ്റ്റിന് നമ്മൾ എന്ത് ഫോമാറ്റിലാണുള്ളത്, എൻക്രിപ്റ്റഡ് ഫോമിലാണുള്ളത് വിത്ത് പ്രൈവറ്റ് കീ ഓഫ് എ. അത് ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 ഒക്ടറ്റ് മെസ്സേജ് ഡൈജസ്റ്റിൻ്റെ 2 ഒക്ടറ്റ് പ്ലെയിൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എനി ഹൗ ദിസ് ഫോംസ് ദി സിഗ്നേച്ചർ പാർട്ട്. ഇനി വേറെ എന്താ ഉള്ളത്, പിന്നെ നമുക്കറിയാം ഇത്രയും പാർട്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിമെട്രിക് കീ എൻക്രിപ്ഷൻ വെച്ചിട്ട്, അതായത് സിഗ്നേച്ചർ പ്ലസ് മെസ്സേജ്, ഇത്രയും പാർട്ടിനെ എന്ത് ചെയ്യാണ്, എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. സിമെട്രിക് എൻക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കാസ്റ്റ് എന്നുള്ള കാസ്റ്റോ ഐ ഡി അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇത്രയും പാർട്ടിനെ മെസ്സേജ് പ്ലസ് സിഗ്നേച്ചറിനെ സിമെട്രിക് കീ എൻക്രിപ്ഷൻ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. അപ്പോൾ ആ എൻക്രിപ്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു സെഷൻ കീ യൂസ് ചെയ്യണം. ആ സെഷൻ കീ എന്നുള്ള ഇൻഫർമേഷനും കൂടി എന്ത് ചെയ്യും, ഈ മെസ്സേജിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വിടും. പക്ഷേ ആ സെഷൻ കീ നമുക്ക് പ്ലെയിനായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, അതിനെയും എൻക്രിപ്റ്റഡ് ഫോമിലാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, റിസീവറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യണം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെഷൻ കീ എൻക്രിപ്റ്റഡ് വിത്ത് പബ്ലിക് കീ ഓഫ് ബി. ഓക്കെ, ബി ഇവിടെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റഡ് വിത്ത് പബ്ലിക് കീ ഓഫ് ബി. ഓക്കെ,
അപ്പോൾ ഇനി വേറെ ഇഷ്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഈ റിസീവറിൻ്റെ കേസിലും കുറേ കീ പെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് കീ പെയർ വെച്ച് ഇപ്പോൾ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഏത് പ്രൈവറ്റ് കീ വെച്ച്, അത് ഏത് പെയർ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇവിടെ ഏത് പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തത് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കീ ഐ ഡിയും കൂടി ഇവിടെ കൊടുക്കും. കീ ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പബ്ലിക് കീയുടെ ലാസ്റ്റ് 64 ബിറ്റ്സ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 64 ബിറ്റ് കൂടി ഇവിടെ അറ്റാച്ച് ചെയ്ത് വിടും. അതാണ് സെഷൻ കീ കമ്പോണൻ്റ് എന്നുള്ള പാർട്ട്. അപ്പോൾ ഇത്രയും പാർട്ടിനെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സിപ്പ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റാഡിക്സ് 64 ഇമെയിൽ കോമ്പാറ്റിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റിസീവർ സൈഡിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ കേസിൽ നമുക്ക് 2 ടൈപ്പ് കീ പെയേഴ്സ് അല്ലെങ്കിൽ കീ റിങ് എന്നൊക്കെ പറയും നമ്മൾ. കീ റിങ് എന്ന് പറയും. ദർ ആർ 2 ടൈപ്സ് ഓഫ് കീ റിങ്സ് കറസ്പോണ്ടിങ് ടു ഈച്ച് കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റി. കീ റിങ്, key ring. There are 2 types of key rings. They are private key ring and public key ring. അതായത് പ്രൈവറ്റ് കീ റിങ്ങും പബ്ലിക് കീ റിങ്ങും എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് കീ റിങ്സ് ഉണ്ടായിരിക്കും. കറസ്പോണ്ടിങ് അത് കീ ചെയിൻ പോലെ, നമ്മൾ കീ ചെയിൻ എന്നൊക്കെ പറയില്ല. അപ്പോൾ കറസ്പോണ്ടിങ് ടു ഈച്ച് കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റി ദർ വിൽ ബി പ്രൈവറ്റ് കീ റിങ് ആൻഡ് പബ്ലിക് കീ റിങ്. അപ്പോൾ ഇനി ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റിയുടെ പ്രൈവറ്റ് കീ റിങ്ങിനകത്ത് എന്താണുള്ളത്? ഞാൻ പറഞ്ഞു സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് അതിനകത്തുള്ളത്. അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുന്ന ആ യൂസറിന് ഓൺ ചെയ്യുന്ന കീ പെയേഴ്സ്, അതിൻ്റെ സ്വന്തം കീ പെയേഴ്സ്, പ്രൈവറ്റ് കീയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പബ്ലിക് കീയും. ഓക്കെ, അപ്പം ഈ ടൈം സ്റ്റാമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അത് ജനറേറ്റ് ചെയ്ത എന്താണ് ടൈം. കീ ഐ ഡി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രൈവറ്റ് കീ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പബ്ലിക് കീയുടെ ലാസ്റ്റ് 64 ബിറ്റ്, അതാണ് അതിൻ്റെ കീ ഐ ഡി എന്ന് പറയുന്നത്. അതായിരിക്കും നമ്മൾ മെസ്സേജിൻ്റെ കൂടെയൊക്കെ അറ്റാച്ച് ചെയ്ത് വിടുന്നത്. പിന്നെ അതിൻ്റെ പബ്ലിക് കീ, പിന്നെ പ്രൈവറ്റ് കീയെ നമ്മൾ അങ്ങനെ എന്താ പറയുക, അത് ഓൺ ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റി ആണെങ്കിൽ പോലും അവിടെ നമ്മൾ പ്ലെയിൻ ആയിട്ടല്ല സ്റ്റോർ ചെയ്യുന്നത്. പകരം എന്താണ്, എൻക്രിപ്റ്റഡ് ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പ്ലെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഒരു കാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സിമെട്രിക് എൻക്രിപ്ഷൻ വെച്ചിട്ട് എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും സ്റ്റോർ, അല്ലെങ്കിൽ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് എടുത്താലോ എന്നുള്ള പ്രശ്നം കാരണമാണ്. അപ്പം പ്രൈവറ്റ് കീയെ അവിടെ എൻക്രിപ്റ്റഡ് ഫോമിൽ സ്റ്റോർ ചെയ്യും. പിന്നെ ഒരു യൂസർ ഐ ഡി. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ട്, ഏതൊക്കെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റിക്ക് തന്നെ നമ്പർ ഓഫ് പ്രൈവറ്റ് കീ റിങ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഓരോന്നിനകത്ത് ഉള്ള അതാണ് അതിൻ്റെ പ്രൈവറ്റ് കീയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പബ്ലിക് കീയും അതിൻ്റെ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പ്രൈവറ്റ് കീയെ പ്ലെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് പകരം എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അതേ കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടിയുടെ കയ്യിൽ തന്നെ വേറൊരു പബ്ലിക് കീ റിങ് എന്ന് പറഞ്ഞിട്ടൊരു റിങ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ പബ്ലിക് കീ റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ഒരാൾക്ക് ബാക്കിയുള്ള ആളുകളുടെ പബ്ലിക് കീയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. കാരണം നേരത്തെ പറഞ്ഞു നമ്മളെന്താണ് ഈ സെഷൻ കീയെ എൻക്രിപ്റ്റ് ചെയ്ത് അയക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി റിസീവർ സൈഡിൻ്റെ പബ്ലിക് കീ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ റിസീവറുകളുടെ പബ്ലിക് കീയുടെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, വേറെ ആൾക്കാരുടെ പബ്ലിക് കീയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു കീ ചെയിനാണ് എന്ത് പബ്ലിക് കീ റിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് കീ എന്തായാലും അതിനകത്ത് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്, കാരണം വേറെ ആളുടെ പബ്ലിക് കീയുടെ ഇൻഫർമേഷനാണ്. പ്രൈവറ്റ് കീ എന്തായാലും കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തും ടൈം സ്റ്റാമ്പ് ഉണ്ട്, പിന്നെ കീ ഐ ഡി എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് 64 ബിറ്റ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 64 ബിറ്റ്, പിന്നെ പബ്ലിക് കീ എന്താണെന്നുള്ളത്, പിന്നെ യൂസർ ഓണറുടെ ഇൻഫർമേഷനൊക്കെ ഉണ്ടായിരിക്കും, അതാണ് യൂസർ ഐ ഡി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സിഗ്നേച്ചർ അതൊന്നും നമ്മൾ തൽക്കാലം നോക്കണ്ട. തൽക്കാലം നമുക്ക് ടൈം സ്റ്റാമ്പ്, ടൈം, പിന്നെ കീ ഐ ഡി, പബ്ലിക് കീ, പിന്നെ യൂസർ ഐ ഡി എന്നുള്ളത് ഓണർ ഇൻഫർമേഷൻ എന്നുള്ള കൺസെപ്റ്റാണ്, ആരുടെ കീ ആണ് അതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കറസ്പോണ്ടിങ് ടു ഈച്ച് കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റി ദർ വിൽ ബി എ പ്രൈവറ്റ് കീ റിങ് ആൻഡ് public key ring. Private key ring stores all the keys owned by the that particular entity, and public key ring contains all the public keys of other communicating entities that can be used by this party for encrypting session key. Okay,
അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിന് എങ്ങനെ ഹൗ ദി മെസ്സേജ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ആൻഡ് ഹൗ ദി മെസ്സേജ് വിൽ ബി റിസീവ്ഡ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.